ഇടവമാസം 15-ാം തീയതിയോട് അടുക്കുന്ന കാലത്തെയാണ് നാം ഇടവപ്പാതി എന്ന് പറയുന്നത്. ഇടവപ്പാതി ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ കണ്ടങ്ങൾ, കുളങ്ങൾ, കിണറുകൾ, തോടുകൾ, പുഴകൾ എല്ലാം അത്യാവശ്യം വെള്ളം കൊണ്ട് സമൃദ്ധമായിരിക്കും. ഇപ്പോൾ ഇടവം കഴിഞ്ഞ് മിഥുനപ്പാതിയിലെത്തിയിരിക്കുകയാണ്. അതായത് ഇടവപ്പാതി കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. ഒരു മാസം പിന്നിട്ട ഈ അവസ്ഥയിലും കണ്ടമൊക്കെ ഉണങ്ങിക്കടിച്ച് ഇതാണ്ടോ പൊടിപ്പൂട്ട് എന്നാണ് പറയുക. ഇത് വിഷുവിന് മുമ്പ് ഒരു മഴ കിട്ടും. ആ മഴയത്ത് പൂട്ടുന്ന സ്റ്റൈലാണ് ഇപ്പോൾ മിഥുനപ്പാതിയിൽ പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ മഹാകഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇത് കണ്ടോ, കുഴൽക്കിണറിലെ വെള്ളമാണ്. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നും പറിച്ച് എടുത്തു കൊണ്ടുവരുന്ന വെള്ളം വളരെ പ്രയാസപ്പെട്ടാണ് പുറത്തേക്ക് വരുന്നത്. സോളാറിൻ്റെ സഹായത്തോടു കൂടി, സോളാർ വൈദ്യുതിയുടെ സഹായത്തോടു കൂടി എന്ന് കാണിക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട്. ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം കിട്ടിയ ഒരു കണ്ടമാണ് നിങ്ങൾ കാണുന്നത്. ആ കണ്ടത്തിൽ ഞാറ് പാകിയിട്ടുണ്ട്. ഇത് മണിക്കൂറുകളോളം വെള്ളം പമ്പ് ചെയ്തിട്ടും ആ പ്രദേശത്തേക്ക് വെള്ളം എത്തിയിട്ടില്ല എന്നുള്ള ലക്ഷണം കൂടി കാണുന്നു. കഷ്ടിച്ച് നമുക്ക് ഈ വെള്ളം നിറഞ്ഞ കണ്ടത്തിലെ ഞാറ് സംരക്ഷിച്ചെടുക്കാൻ പറ്റും. ഇതിനി ഉഴുതുമറിക്കണം, ആ ഞാറ് പറിക്കണം, നടണം. ഇതൊക്കെ മിഥുനപ്പാതി കഴിഞ്ഞിരിക്കുന്നു. കർക്കിടകത്തോടുകൂടി മഴയുടെ ശക്തി കഴിയും എന്നൊക്കെയാണ് പണ്ടൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നതും അനുഭവിച്ചിട്ടുള്ളതും. പക്ഷേ ഈ വർഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ആഴക്കിണറിലെ വെള്ളം പതുക്കെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് വന്ന് ഇതാ ഇപ്പോൾ ഞാറ് നിൽക്കുന്ന ഇടത്തേക്ക് നനവ് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു വശത്ത്. ആ ഞാറ്റ് കണ്ടത്തിൻ്റെ തൊട്ടടുത്തുള്ള കണ്ടമാണ്. നേരത്തെ ട്രാക്ടർ പൊടിപ്പൂട്ട് പൂട്ടിയിരുന്ന കണ്ടം. അതിനകത്ത് പാകിയിട്ടുള്ള ഞാറ് നിങ്ങൾ കണ്ടു. ഇത് മറ്റു വശത്തുള്ള ഞാറാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന അവിടേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ആ കണ്ടത്തിൻ്റെ അറ്റം ഉണങ്ങിത്തന്നെ കിടക്കുകയാണ്. വീണ്ടും ഉണങ്ങിയ കണ്ടത്തിലേക്ക് നാം കണ്ണോടിക്കുകയാണെങ്കിൽ ഞാറ് പാകിയത് പച്ചപ്പ് ഇപ്പോൾ കാണുന്നുണ്ട്. 2 ദിവസത്തിനകം നല്ല മഴ പെയ്തിട്ടില്ലെങ്കിൽ ഇത് മുഴുവൻ കരിഞ്ഞ് ഇല്ലാതാകും എന്നുള്ള അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്ത് ചെയ്യുമോ ആവോ.